ഇറാനിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങളിൽ 84 പേർ മരിച്ചതായി സ്ഥിരീകരണം. 211 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ വ്യക്തമാക്കി. 4 വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ എലൈറ്റ് ഗുഡ് ഫോഴ്സിന്റെ തലവൻ ജനറൽ ഖാസിം സുലൈമാനിയെ അനുസ്മരിക്കാൻ തിങ്ങിക്കൂടിയ ജനങ്ങൾക്കിടയിലാണ് ഇറാനെ നടുക്കിക്കൊണ്ട് 2 ബോംബ് സ്ഫോടനങ്ങൾ നടന്നത്. സ്ഫോടനത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ജൂതരാഷ്ട്രം കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും ആരും സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് എത്തിയാൽ പോലും ഇസ്രായേലും അമേരിക്കയുമാണ് ഉത്തരവാദികൾ എന്ന നിലപാടിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇറാൻ സർക്കാരെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ് മുൻകാലങ്ങളിൽ ഇറാനിൽ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അവർ തന്നെയാകാം ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്നും അമേരിക്ക വ്യക്തമാക്കി. 2020 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇറാൻ നേതൃത്വത്തിലെ രണ്ടാമനായ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത്. ഇതേ തുടർന്ന് അമേരിക്ക ഇറാൻ ബന്ധം വഷളാകുകയും ഇറാഖിലേതടക്കമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടായ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ആരായാലും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഇറാൻ. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം തന്ത്രപരമായ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കാനാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള ഖൊമൈനി ഇറാനിലെ റവല്യൂഷണറി ഗാർഡിന്റെ സൈനിക മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.